ഹലോ നമസ്കാരം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സി പ്രോഗ്രാമിംഗ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നതെന്നാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഫാക്ടോറിയൽ എന്താണെന്ന് നോക്കാം. ഇപ്പം 5ൻ്റെ ഫാക്ടോറിയൽ ആണെങ്കിൽ അത് നമ്മൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്: 1 × 2 × 3 × 4 × 5. അതായത് ഒരു സംഖ്യ ഇപ്പം 5 എന്ന് പറയുന്ന സംഖ്യയാണെങ്കിൽ 1-ൽ തുടങ്ങി ആ 5 വരെയുള്ള എല്ലാ സംഖ്യേനെയും ഗുണിച്ചിട്ട് കിട്ടുന്ന തുകയാണ് ഫാക്ടോറിയൽ. 1 × 2 2, ആ 2-നെ പിന്നെ 3 വെച്ച് ഗുണിക്കണം, അപ്പോൾ 6. ആ 6-നെ പിന്നെ 4 വെച്ച്, അപ്പോൾ 24. ആ 24-നെ പിന്നെ 5 വെച്ച്, അപ്പോൾ 120. മനസ്സിലായോ? ഇങ്ങനെയാണ് ഒരു സംഖ്യയുടെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നത്. ഒരു സംഖ്യയുടെ 1-ൽ തുടങ്ങി ആ സംഖ്യ വരെയുള്ള എല്ലാ സംഭവത്തിനെയും ഇങ്ങനെ ഗുണിച്ച് വരണം. അപ്പോൾ ഈ ലോജിക്കാണ് നമുക്ക് പ്രോഗ്രാമിങ്ങിലും ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് നമ്മുടെ യൂസർ എൻ്റർ ചെയ്യുന്ന സംഖ്യ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. അതിനെ നമുക്ക് നം എന്ന് വിളിക്കാം. ഇൻറ്റ് നം, ഇൻറ്റിജറാണ് നമുക്ക് വേണ്ടത്, സംഖ്യയാണല്ലോ. അപ്പം ഇൻറ്റ്. ഇനി പ്രിൻ്റ് എഫ് ചെയ്യണം. പ്രിൻ്റ് എഫ് എന്ന് പറഞ്ഞാലാണ്, പ്രിൻ്റ് എഫിലാണ് നമ്മൾ യൂസർക്ക് ഔട്ട്പുട്ട് കൊടുക്കുന്നത്: എൻ്റർ എ പോസിറ്റീവ് ഇൻറ്റിജർ. പോസിറ്റീവ് ഇൻറ്റിജറുകൾക്ക് മാത്രമാണ് ഫാക്ടോറിയൽ ഉള്ളത്, അതുകൊണ്ടാണ് നമ്മൾ പോസിറ്റീവ് ഇൻറ്റിജർ എൻ്റർ ചെയ്യാൻ പറയുന്നത്. എന്നിട്ട് യൂസർ എൻ്റർ ചെയ്യുമല്ലോ, അതിനെ നമ്മൾ സ്കാൻ ചെയ്യണം. സ്കാൻഎഫ് %d. എന്തുകൊണ്ടാണ് %d കൊടുക്കുന്നത്? കാരണം നമുക്ക് സ്കാൻ ചെയ്യേണ്ടത്, ഇൻപുട്ട് സ്വീകരിക്കേണ്ടത് ഒരു നമ്പറാണ്. നമ്പർ ആയതുകൊണ്ടാണ്, ഇൻറ്റിജർ ആയതുകൊണ്ടാണ് %d. എന്നിട്ട് ആംബർസാൻഡ് അല്ലല്ലോ, ഇത് തന്നെ, ആൻഡ് നം. ഓക്കെ, ഈ സിമ്പൽ ഇട്ടിട്ട് നം കൊടുക്കണം. അതായത് സ്കാൻ ചെയ്യുന്ന ഇൻറ്റിജർ ഈ നം എന്ന് പറയുന്ന വേരിയബിളിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ യൂസറിനോട് ഇൻറ്റിജർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു, അതിനെ സ്കാൻ ചെയ്ത് നമ്മിൽ സ്റ്റോർ ചെയ്തു. സ്കാൻഎഫ് എന്ന് പറയുന്നത് യൂസറിൽ നിന്ന് ഇൻപുട്ട് സ്വീകരിക്കാനാണ്. ഇനി നമുക്ക് ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. അതായത് സംഖ്യയുടെ ഫാക്ടോറിയൽ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഈ വേരിയബിളിലായിരിക്കും അതിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇനിഷ്യൽ വാല്യൂ, ആദ്യത്തെ വാല്യൂ നമ്മൾ 1 കൊടുത്തു. ഇനി നമുക്ക് ഫാക്ടോറിയലിൻ്റെ ലോജിക്ക് എഴുതാം. നമ്മൾക്ക് ഒരു ലൂപ്പ് വെച്ച് ചെയ്യാം. ഫോർ ഇൻറ്റ് i = 1, i <= നം. അതായത് ഇപ്പോൾ 5 ആണെങ്കിൽ 1 × 2 × 3 × 4 × 5 അല്ലേ? അപ്പോൾ 1-ൽ തുടങ്ങി 5 വരെ ഗുണിക്കണം. അതാണ് നമ്മൾ ഈ ലൂപ്പിൽ ചെയ്യുന്നത്. ഫോർ ഇൻറ്റ് i = 1, i <= നം, i ++. ഫാക്ടോറിയൽ ഫാക്ടോറിയൽ ഇൻറ്റു i. അപ്പം ഇവിടെയാണ് നമ്മൾ ആ ഒരു ഫാക്ടോറിയലിൻ്റെ ലോജിക്ക് ആക്ച്വലി ചെയ്തേക്കുന്നത് കേട്ടോ, ഈ ഫോർ ലൂപ്പിൻ്റെ അകത്ത്. കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് യൂസർക്ക് ഔട്ട്പുട്ട് കൊടുക്കണ്ടേ. അപ്പോൾ പ്രിൻ്റ് എഫ് ഫാക്ടോറിയൽ ഓഫ് %d ഈസ് %d. ആദ്യത്തെ %d ഏതാ? നമ്പർ. ഫാക്ടോറിയൽ ഓഫ് നമ്പർ. രണ്ടാമത്തെ %d ഫാക്ടോറിയൽ. അപ്പം ഈ ഒരു സംഭവം കണ്ട, ഇതാണ് ഈ ലോജിക്ക്. ഇത് കണ്ട, ഈ ഒരു ലോജിക്കാണ് ഈ ലൂപ്പിൽ വർക്കാവുന്നത്. അപ്പോൾ നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഞാനിവിടെ 5 കൊടുക്കുന്നു. ഞാനൊരു ഓൺലൈൻ കമ്പൈലറാണ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് എൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെ ഇരിക്കുന്നത്. എന്നിട്ട് ഞാൻ റണ്ണ് കൊടുക്കുന്നു. എൻ്റർ എ പോസിറ്റീവ് ഇൻറ്റിജർ ഫാക്ടോറിയൽ ഓഫ് 5 ഈസ് 120. ഞാൻ ഇവിടെ ഒരു സ്ലാഷൻ കൊടുക്കാം. എൻ്റർ എ പോസിറ്റീവ് ഇൻറ്റിജർ, ഞാൻ 5 ഇൻപുട്ട് കൊടുത്തേക്കുന്നത്. ഫാക്ടോറിയൽ ഓഫ് 5 ഈസ് 120. 5-ൻ്റെ ഫാക്ടോറിയൽ 120 ആണ്. ഏത് നമ്പറിൻ്റെ വേണേൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ 6 നോക്കിക്കഴിഞ്ഞാൽ 6-ൻ്റെ ഫാക്ടോറിയൽ 720 ആണ്. അപ്പം നമ്മൾ സി പ്രോഗ്രാമിംഗ് വെച്ചിട്ട് നമ്മളൊരു സംഖ്യയുടെ ഫാക്ടോറിയൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കി. നിങ്ങൾക്ക് സ്കൂൾ കോളേജിലൊക്കെ ഈ സംഭവം തീർച്ചയായിട്ടും കാണും, സി പ്രോഗ്രാമിംഗ് പഠിക്കാനുള്ളപ്പോൾ.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.